ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. FIs കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ അവർ 1800 കോടി രൂപക്കും അതിന് മുമ്പുള്ള ദിവസം 800 കോടി രൂപക്കും സെല്ല് നടത്തി. ഇന്ത്യയും US താരിഫ് തീരുമാനങ്ങൾ വരാനിരിക്കെ മാർക്കറ്റിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഫിയർ വിസിബിൾ ആയിരുന്നു. നിഫ്റ്റി 24,500 താഴെ ക്ലോസ് നടത്തി. 24,450 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയും 450 പോയിന്റിൻ്റെ ഒരു ഫോള് രേഖപ്പെടുത്തി. കാരണം ഇന്നത്തെ കുറേ അധികം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് HDFC ബാങ്കും ICICI ബാങ്കും കൊടാക്കും, കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിഫ്റ്റിനെ പിടിച്ചു നിർത്തിയ റിലയൻസും ഇന്ന് അടിതെറ്റി വീണു. എങ്കിലും ടാറ്റ സ്റ്റീലും JSW സ്റ്റീൽ പോലുള്ള സ്റ്റീൽ സെക്ടേഴ്സ് ഇന്ന് പോസിറ്റീവായിരുന്നു. മാരുതിയും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ശ്രീറാം ഫിനാൻസും ബജാജ് ഫിനാൻസും ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ സെക്ടറും വീക്കായിരുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി 5% ഒരു റാലി രേഖപ്പെടുത്തി. മെക്യോറി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തതാണ്. കാരണം ഇന്ന് 2 IPO ആണ് ഇന്ന് ലിസ്റ്റ് ചെയ്തത്. രണ്ടിനും മികച്ച രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. HDFCയും സംഭവ് സ്റ്റീലും. അപ്പോൾ IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റിൽ സന്തോഷം പങ്കുവെക്കുക. സിംഗാച്ചി ഇൻഡസ്ട്രീസ് കമ്പനി അവരുടെ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഫയർ ആക്സിഡൻറ്റ് കാരണം 36 പേരാണ് മരിച്ചത്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഏകദേശം സ്റ്റോക്ക് 25% ഫോൾ രേഖപ്പെടുത്തി. ഇന്നും സിംഗാച്ചി ഇൻഡസ്ട്രീസ് 7% ഫോൾ രേഖപ്പെടുത്തി. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫോൾ ആകുമ്പോൾ ഈ മികച്ച പ്രൈസ് ആണെന്നുള്ള രീതിയിൽ ചാടി കയറുന്ന ആളുകൾ വീണ്ടും ആ ഒരു സ്റ്റോക്കുകൾ ലോസിലേക്ക് പോകുമ്പോൾ നഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് ക്യാച്ച് ദ ഫോളിംഗ് നൈഫ് എന്ന് പറയുന്നത്. അദാനി സ്റ്റോക്കുകളും ഇതേ സംഭവം ഉണ്ടായിരുന്നു. അദാനി സ്റ്റോക്കുകൾ അന്നത്തെ ആ ഒരു ഇഷ്യൂ കാരണം ഏകദേശം 70% ഫോൾ രേഖപ്പെടുത്തി. അപ്പോൾ ഓരോ ഫോളിലും അക്യുമുലേറ്റ് ചെയ്ത ആളുകൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ആ സ്റ്റോക്ക് തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. സായി സിൽക്കും ഇന്ന് അവരുടെ ടേൺ ഓവർ എല്ലാം തന്നെ 42% ഒരു വളർച്ച കൈവരിച്ചത് കാരണം സ്റ്റോക്ക് ഇന്ന് 5% ഒരു റാലി രേഖപ്പെടുത്തി. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് 25,600, നല്ലൊരു ഫോള്. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 224 പോയിന്റിൻ്റെ ഫോള്. അവസാന സമയത്ത് ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തി 25,444 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് അവസ്ഥയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഡോ ഫ്യൂച്ചർ കാണാം ഓൾമോസ്റ്റ് സെൻട്രലായിട്ട് പ്ലസ് ആണ്. ജപ്പാൻ മാർക്കറ്റ് 2-3 ദിവസമായിട്ട് ഇടിവിലാണ്. കൊറിയ ജപ്പാനും ഇടിവിലടച്ചു. ഓസ്ട്രേലിയ 56 പോയിന്റ് പ്ലസ്. ഗോൾഡ് ഇന്നും ഉയർന്നു $3. ഇന്നലെയും ഉയർന്നിരുന്നു $41. ബ്രന്റ് ഓയിൽ 67 ബിറ്റ് കോയിൻ ഒരു തിരിച്ചുവരവ് നടത്തി $1,000 ഉയർന്ന് 1,07,478 എന്ന റേഞ്ചിലാണ് ബിറ്റ് കോയിൻ്റെ നിൽപ്പ്. അപ്പോൾ ഇത് നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഫിയർ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായ രീതിയിൽ ഇന്ത്യയും US താരിഫ് എല്ലാം തന്നെ നിലവിൽ രമ്യതയിൽ വന്നിട്ടില്ല. ഔട്ട്കം എന്തുമായേക്കാം. ഇപ്പോൾ ഇന്ത്യ US ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഏകദേശം ഓട്ടോമൊബൈൽ സെക്ടർ ഉൾപ്പെടെ 50%-ലേറെ താരിഫ് ഉണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് 0 കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് കൊച്ചിയിൽ ഉള്ളത്. ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു സ്റ്റോപ്പ് ലോസിന് നമുക്ക് നഷ്ടമാവുന്ന തുകക്ക് നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ 6 മാസത്തെ സപ്പോർട്ടോടുകൂടി പഠിക്കാം. അല്ലാതെ ഭീകര ഫീസ് കൊടുത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ ഉണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. KP ഗ്രീൻ കമ്പനി ഇവരുടെ പുതിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള അംഗീകാരം ലഭിച്ചു. ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, വാർത്തകൾ മാത്രമാണ്, ശ്രദ്ധിക്കുക. JHCL ടെക്സ്റ്റൈൽ കമ്പനി ഇവരുടെ പുതിയ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഓറോബിൻ്റെ ഫാർമ കമ്പനി അവരുടെ പുതിയ മെഡിസിൻ്റെ മാർക്കറ്റിംഗ് അപ്രൂവൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലഭിച്ചു. ITC, വരുൺ ബിവറേജ്, ലാൻഡ്മാർക്ക് കാർ തുടങ്ങിയ കമ്പനികളെ സംബന്ധിച്ച ന്യൂസാണ്. GST സിഗരറ്റിനും ലക്ഷറി കാറുകൾക്കും ഉയർത്തിയേക്കാം. ഇതിൽ ITC സിഗരറ്റ് കമ്പനി, വരുൺ ബിവറേജസ് ലിക്വർ കമ്പനി, ലാൻഡ്മാർക്ക് കാർ ലക്ഷറി കാറുകളുടെ ഷോറൂംസ് ഉള്ള കമ്പനി. ഭാരത് ഫോർജ് കമ്പനി അവർക്ക് AM ഇന്ത്യനെ അവർ അക്യൂർ ചെയ്തു എന്നുള്ള 100% അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. നൗക്കരി ഇവരുടെ ജോബ് ഹയറിങ്ങിൽ തന്നെ 11% ഒരു വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. HCL ടെക് കമ്പനി IT കമ്പനിയാണ്. യൂറോപ്യൻ കമ്പനിയായിട്ടുള്ള എൻക്യൂർ ആയിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. അപ്പോളോ ഹോസ്പിറ്റൽ ഇവരുടെ പുതിയ ഹെൽത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏകദേശം 25,000 കോടി രൂപയുടെ റവന്യൂ എല്ലാം തന്നെയാണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്.
ITA കമ്പനി 88 കോടി രൂപയുടെ ഓർഡർ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. M&M അവരുടെ XUV എക്സ്പോർട്ട് ഗ്രോത്തിൽ തന്നെ ഉയരുന്നുണ്ടെന്നുള്ള ന്യൂസ്, കൂടാതെ തന്നെ ഇവരുടെ കാറുകളുടെ പ്രൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ മാക്സ് ഹെൽത്ത് കെയർ കമ്പനി, ഈ 2 കമ്പനിയും Nifty 50-ൽ ഇടം പിടിച്ചേക്കാം എന്നുള്ള ന്യൂസുകളുണ്ട്. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് കമ്പനി ഇവരുടെ അഡ്വാൻസ് 10% ഒരു വർധനവ് രേഖപ്പെടുത്തി. NBCC കമ്പനിക്ക് 355 കോടി രൂപയുടെ ഒരു ഓർഡർ നാഗ്പൂരിലുള്ള സൂ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ നിന്ന് ലഭിച്ചു. അഫ്കോൺ ഇൻഫ്ര കമ്പനി 175 കോടി രൂപയുടെ ഓർഡർ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. SBI കാർഡ് കമ്പനി ഇവർ ഗോൾഡ്മാൻ സാക്ക് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റോക്കിന് ഇവർ ഡൗൺഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അംബുജ സിമെൻറ്റ്, മോത്തിലാൽ ഒസ്വാൾ അംബുജ സിമെൻറ്റിനെ അപ്ഗ്രേഡ് ചെയ്തു. ലോധ ഡെവലപ്പേഴ്സ് കമ്പനി ഇവർ വി ഹോട്ടലിനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. പാരാസ് ഡിഫൻസ് കമ്പനി 22 കോടി രൂപയുടെ ഒരു ഡ്രോണിൻ്റെ എക്സ്പോർട്ട് ഓർഡർ ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് ലഭിച്ചു. തോമസ് കുക്ക് ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. SOTS എന്ന് പറയുന്ന നിലവിലുള്ളവരുടെ പാർട്ട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു. ഒലട്ര ഗ്രീൻ ടെക് കമ്പനി സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം 10,000 EV ബസ്സിൻ്റെ ടെൻഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒലട്ര, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസിനൊക്കെയാണ് നറുക്ക് വീഴാൻ സാധ്യത. മാരത്തോൺ നെക്സ്റ്റ് ജെൻ കമ്പനി ഇവർ 20% സെയിൽസ് ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. ഡെപ്റ്റ് റിഡക്ഷൻ എല്ലാം തന്നെ കമ്പനിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ചറപറാന്ന് ഷെയർ ചെയ്യുക. ന്യൂസ് കിട്ടാത്ത ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ നമ്മളറിയാത്ത എത്രയോ പേരുണ്ട്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ ഏകദേശം ഒരു 5% ആളുകൾ നമ്മൾ ന്യൂസ് അറിയുകയാണെങ്കിൽ, നമ്മളുടെ ന്യൂസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുകയാണെങ്കിൽ വളരെ ഉപകാരമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.